ചരിത്രമെന്നത് പലപ്പോഴും ജയിച്ചവരുടെ കഥകൾ മാത്രമായി ചുരുങ്ങാറുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ അക്രമികളായ വിദേശ ഭരണാധികാരികളുടെ പേരും പെരുമയും നിറഞ്ഞു നിൽക്കുമ്പോൾ ഈ മണ്ണിൻ്റെ അഭിമാനം കാക്കാൻ ചോര ചിന്തിയ നായികീദേവിയെപ്പോലുള്ള ധീരരക്തസാക്ഷികൾ തമസ്കരിക്കപ്പെട്ടത്. ഇത് വെറുമൊരു കഥയല്ല, ഒരമ്മയുടെ കരുത്തിൻ്റെ, ഒരു ഭരണാധികാരിയുടെ നിശ്ചയദാർഢ്യത്തിൻ്റെയും ഭാരതീയ സ്ത്രീത്വത്തിൻ്റെ വിട്ടുവീഴ്ചയില്ലാത്ത അഭിമാനത്തിൻ്റെയും നേർസാക്ഷ്യമാണ്. ഗോവയിലെ കടമ്പ രാജാവായ പരമാദ്രിയുടെ പുത്രിയായി ജനിച്ച നായികീദേവി കേവലം രാജകുമാരിയായിട്ടല്ല വളർന്നത്. കളിപ്പാട്ടങ്ങൾക്ക് പകരം വാളും പരിചയും കയ്യിലേന്തിയ അവൾ കുതിരസവാരിയിലും യുദ്ധതന്ത്രങ്ങളിലും ഒരേപോലെ നൈപുണ്യം നേടി. ഗുജറാത്തിലെ ചലൂക്യ രാജാവായ അജയപാലിൻ്റെ വധുവായതോടെ അൻഹിൽവാഡ പാടണിയിലെ പ്രജകളുടെ പ്രിയങ്കരിയായ റാണിയായി അവൾ മാറി. എന്നാൽ വിധി ആ സന്തോഷത്തിനധികം ആയുസ്സു നൽകിയില്ല. ഗൂഢാലോചനയിലൂടെ രാജാവ് കൊല്ലപ്പെട്ടപ്പോൾ കൈക്കുഞ്ഞായ മകൻ മൂലരാജൻ രണ്ടാമനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവൾ ആ സിംഹാസനത്തിലിരുന്നു. അത് അധികാരത്തോടുള്ള മോഹം കൊണ്ടായിരുന്നില്ല, മറിച്ച് ശത്രുക്കൾ കണ്ണുവച്ച തൻ്റെ മാതൃഭൂമിയെ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. ഈ സമയം ഭാരതത്തിൻ്റെ സമ്പത്ത് കൊള്ളയടിക്കാനായി മുഹമ്മദ് ഗോറി എന്ന ക്രൂരനായ അക്രമി തൻ്റെ വൻ സൈന്യവുമായി അഫ്ഗാനിസ്ഥാനിൽ നിന്ന് യാത്ര തിരിച്ചു. ഗുജറാത്ത് ഭരിക്കുന്നത് ഒരു സ്ത്രീയും കുഞ്ഞുമാണെന്ന വാർത്ത ഗോറിക്ക് പുച്ഛമായിരുന്നു. കീഴടങ്ങുക അല്ലെങ്കിൽ നശിപ്പിക്കപ്പെടുക എന്ന ഗോറിയുടെ ധാർമ്മികതയില്ലാത്ത സന്ദേശത്തിനു മുന്നിൽ നായികീദേവി പതറിയില്ല. സ്വന്തം അഭിമാനം പണയം വെച്ച് ജീവിക്കുന്നതിനേക്കാൾ ഭാരത മണ്ണിൽ വീരമൃത്യു വരിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് ആ ധീര വനിത ഉറക്കെ പ്രഖ്യാപിച്ചു. ശത്രു ബലവാനാണ്, അതുകൊണ്ട് തന്നെ ആയുധത്തേക്കാൾ ബുദ്ധിയാണിവിടെ പ്രയോഗിക്കേണ്ടത്. സമതലത്തിൽ ഗോറിയെ നേരിടുന്നത് ആത്മഹത്യയാണെന്ന് തിരിച്ചറിഞ്ഞ റാണി പർവ്വതനിരകളിലെ ദുർഘടമായ പാതകളിലേക്ക് ശത്രുവിനെ തന്ത്രപൂർവ്വം വിളിച്ചു വരുത്തി. 1178 ആ പർവ്വത താഴ്വരകൾ ഒരു ചരിത്ര പോരാട്ടത്തിന് സാക്ഷ്യം വഹിച്ചു. യുദ്ധക്കളത്തിലേക്ക് പാഞ്ഞടുത്ത റാണിയെ കണ്ട് ശത്രു സൈന്യം പോലും ഒരു നിമിഷം സ്തംഭിച്ചു കാണും. ഒരു കൈയിൽ ചടുലമായി വീശുന്ന വാൾ, മറുകൈയിൽ കുതിരയുടെ കടിഞ്ഞാൺ, പുറത്ത് തുണിയിൽ പൊതിഞ്ഞു കെട്ടിയ തൻ്റെ പിഞ്ചുകുഞ്ഞ്. ഒരു അമ്മയുടെ വാത്സല്യവും ഒരു പോരാളിയുടെ വീര്യവും ഒരുപോലെ ജ്വലിച്ചു നിന്ന നിമിഷം. തൻ്റെ കുഞ്ഞിനെ കാവൽ നിർത്തിക്കൊണ്ട് അവൾ ഭാരതാംബയുടെ കാവലാളായി മാറി. സുൽത്താൻ ഗോറിയുടെ ആയുധബലത്തെ റാണിയുടെ ബുദ്ധിശക്തിയും രാജ്യസ്നേഹവും പരാജയപ്പെടുത്തി. പർവ്വതനിരകളിൽ കുടുങ്ങിയ ഗോറിയുടെ സൈന്യത്തെ സോളങ്കി വീരന്മാർ അരിഞ്ഞു വീഴ്ത്തി. ഒരു സ്ത്രീയുടെ മുന്നിൽ തോൽവി ഉറപ്പായെന്ന് കണ്ട ഗോറി ജീവൻ രക്ഷിക്കാൻ വേണ്ടി യുദ്ധക്കളം വിട്ട് ഭീരുവിനെ പോലെ ഓടിപ്പോയി. ആ ആഘാതം എത്ര വലുതായിരുന്നു എന്നറിയണമെങ്കിൽ അടുത്ത 20 വർഷത്തേക്ക് ഗുജറാത്തിന് നേരെ തിരിഞ്ഞു നോക്കാൻ പോലും ഗോറി ഭയപ്പെട്ടു എന്ന സത്യം അറിയണം. ചരിത്രകാരന്മാർ പലപ്പോഴും നമ്മുടെ യഥാർത്ഥ നായകന്മാരെ വിസ്മരിക്കാൻ ശ്രമിച്ചു. നമ്മൾ മുഹമ്മദ് ഗോറിയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്, എന്നാൽ ഗോറിയെ ചെറുത്തു തോൽപ്പിച്ച ധീരവനിത നായികീദേവിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അലാവുദ്ദീൻ ഖിൽജിയുടെ ഭരണ പരിഷ്കാരങ്ങൾ പഠിച്ചിട്ടുണ്ട്, എന്നാൽ റാണി അബക്കായെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതാണ് ചരിത്രം എഴുതിയവർ നമ്മോട് കാണിച്ച ചതി. അവർക്ക് ചില അജണ്ടകളുണ്ടായിരുന്നു. ആ അജണ്ടകൾക്കനുസരിച്ചാണ് അവർ കരിക്കുലം തയ്യാറാക്കിയത്. വിദേശീയരായ ക്രൂരന്മാരായ ഭരണാധികാരികളെ വെള്ളപൂശി പഠിപ്പിച്ചപ്പോൾ നമ്മുടെ നാടിനു വേണ്ടി ജീവൻ വെടിഞ്ഞ ധീരവനിതകളുടെ പോരാട്ടങ്ങളുടെ കഥ അവർ നമ്മളെ പഠിപ്പിച്ചില്ല. നായികീദേവി എന്നത് ഒരു വ്യക്തിയല്ല, മറിച്ച് ഈ മണ്ണിൻ്റെ പ്രതിരോധത്തിൻ്റെ അടയാളമാണ്. വിദേശിക്ക് മുന്നിൽ തലകുനിക്കാത്ത ഭാരതീയ സ്ത്രീത്വത്തിൻ്റെ കരുത്താണ്. അലാവുദ്ദീൻ ഖിൽജിയെയും ഗോറിയെയും കുറിച്ച് പഠിക്കുന്ന നമ്മുടെ തലമുറ തൻ്റെ കുഞ്ഞിനെ പുറത്ത് കെട്ടി യുദ്ധം ജയിച്ച ഈ വീരനായികയെ കുറച്ചുകൂടി അറിയണം. ഓരോ ഭാരതീയനും അഭിമാനത്തോടെ പറയേണ്ട പേരാണ് മഹാറാണി നായികീദേവി.